അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. എന്തൊക്കെയാണ് മക്കളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? യെസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ കൊല്ലം 8th-ലായിരുന്നു അല്ലെ. അപ്പം 8th എന്ന് പറഞ്ഞാല് നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയാ അങ്ങനെ നടക്കുന്ന ഒരു സമയമാണ്. പക്ഷെ 9th ഇങ്ങോട്ട് എത്തിയപ്പോഴേക്ക് ഒരുപാട് പഠിക്കാനും അല്ലെ ഭയങ്കര ബിസിയായി അല്ലെ. അപ്പൊ നമ്മള് 9th ആയത് കൊണ്ട് തന്നെ ഒന്നും കൂടെ പഠനത്തില് കോൺസെൻട്രേഷൻ ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. കാരണം 8th-നേക്കാളും പഠിക്കാനുണ്ട് 9th. ഓക്കെ. അപ്പൊ നമ്മൾ എക്സാം പറഞ്ഞ് നമ്മളോട് ഇങ്ങ് അടുത്ത് എത്തിയിട്ടുണ്ട്. യെസ്, നമ്മൾ ഈ ഓണം എക്സാമിന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഒരുപാട് കണ്ടന്റും ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് ഗ്രാമറും ഒക്കെ ഡിസ്കഷൻ ചെയ്യാനായിട്ട് മാം ലൈവില് വരുന്നുണ്ട്. എന്ന് യെസ് 25 മൺഡേക്കാണ് വരുന്നത് 7 PM. ഓക്കെ. അപ്പൊ ആരും മറന്നു പോകണ്ട. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു കണ്ടന്റ് വീഡിയോ ആയിട്ടാണ്. അതായത് നമ്മൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് പറഞ്ഞു തരിക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരണമല്ലോ. യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് യെസ് ഒരു കുഞ്ഞു കണ്ടന്റ് വീഡിയോ ആയിട്ടാണ്. എല്ലാവരും കാണുക. നമ്മുടെ ലൈവ് കാണാൻ മറക്കരുത്. എന്നായിരുന്നു? 25 മൺഡേ 7 PM. യെസ്, ലെറ്റ്സ് ഗോ ടു ദിസ് വീഡിയോ. കുഞ്ഞുങ്ങളെ നോക്കിക്കേ. ഇപ്പൊ മാം ഈ ഒരു സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഒരു ഗ്രാമർ പോർഷൻ ഉണ്ട് അല്ലെ. 9th നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗ്രാമർ പോർഷൻ ആണിത്. യെസ്, എന്താണിത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യെസ്, ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജംഅ മുഅന്നസ് സാലിമാണ് അല്ലെ. നമുക്കറിയാം എല്ലാ ഐറ്റത്തിലും എല്ലാത്തിലും ഉള്ള ഒരു കാര്യമാണ് ജംഅ അല്ലെ. ജംഅ മുഫ്രദും ഒക്കെ അല്ലെ. ജംഅ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അതായത് പ്ലൂറൽ ആയിട്ടുള്ള ഫോം, അതായത് ഒരുപാട് ബഹുവചനം നമ്മൾ പറയും അല്ലെ. ഇപ്പൊ പേന എന്ന് പറഞ്ഞാൽ ഒരു പേനയാണ്. പേനകൾ എന്ന് പറഞ്ഞാലോ ഒരുപാട് പേനയായി അല്ലെ. യെസ്. അപ്പൊ ആ ഒരു ഐറ്റത്തില് എന്തുണ്ട്? ആരുണ്ട്? ജംഅ എന്ന ഐറ്റത്തിൽ ആരുണ്ട്? യെസ്, ഞങ്ങളുണ്ട്. ഹൂ ഇസ് ഞങ്ങൾ? യെസ്, സ്ത്രീകളുണ്ട് അല്ലെ. യെസ്. അപ്പൊ ഞങ്ങളായിട്ടുള്ള സ്ത്രീകളായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ ഒരു സെക്ഷൻ ജമ്മലും ഉണ്ട്. അതിനെയാണ് നമ്മൾ ജംഅ മുഅന്നസ് സാലിം എന്ന് പറയുന്നത്. ജമ്മു മുദക്കർ സാലിം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരായിട്ടുള്ള അല്ലെങ്കിൽ പുല്ലിംഗത്തിൽ പെട്ടിട്ടുള്ള എന്താ പറയുക ജംഅ. ഓക്കെ. അപ്പൊ ഇത് രണ്ടും ഇനി അറിയില്ല എന്തായി ജമ്മു മുഅന്നസ് സാലിം എന്ന് എക്സാം ഹാളിൽ വെച്ചിട്ട് ഇങ്ങനെ ആലോചിക്കാൻ നിൽക്കരുത്. ഓക്കെ. ജമ്മു മുഅന്നസ് സാലിം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ, ഞങ്ങളെ അങ്ങോട്ട് ആലോചിച്ചാൽ മതി. നിങ്ങൾ എപ്പോഴും ആലോചിക്കാറുണ്ടല്ലോ. അപ്പൊ ഞങ്ങളെ അങ്ങോട്ട് ആലോചിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ജമ്മു മുഅന്നസ് സാലിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളായിട്ടുള്ള സ്ത്രീലിംഗത്തിൽ പെട്ടിട്ടുള്ള ബഹുവചനം. ഓക്കെ, ഇതാണ്. അപ്പൊ ഞങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയാം നിങ്ങൾക്ക്? ഞങ്ങളുടെ പ്രത്യേകതയാണ് ഞങ്ങളുടെ കൂടെ ജമ്മു മുഅന്നസ് സാലിമായ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണ്. ആരെന്നറിയോ? ഒരാളല്ല, രണ്ടാള്. ആരാന്നറിയോ? അലിഫ് പ്ലസ് ത. ഓക്കെ, അലിഫ് പ്ലസ് ത. ഈ 2 ലെറ്റേഴ്സും ഞങ്ങളുടെ കൂടെ എന്തുണ്ടാവും? എപ്പോഴും ഉണ്ടാവും. ജമ്മു മുഅന്നസ്. ഞങ്ങൾ ഇനി എവിടെ പോവാണെങ്കിലും ഞങ്ങളുടെ കൂടെ ആരുണ്ടാവും? അലിഫ് പ്ലസ് ത ഉണ്ടാവും. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ എന്താ പറയാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. ജംഅ മുഅന്നസ് സാലിം ഇസ് ഈക്വൽ ടു അലിഫ് പ്ലസ് ത. ഓക്കെ. അത് അങ്ങനെ മൈൻഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഞങ്ങളെ ഫ്രണ്ട് ആരാണ്? ഒന്നുകൂടെ പറഞ്ഞേ. ജംഅ മുഅന്നസ് സാലിമായ ഞങ്ങളുടെ ഫ്രണ്ട് ആരാണ്? യെസ്, അലിഫ് പ്ലസ് ത. ഓക്കെ. ഇനി നമ്മൾ നേരെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവാണ്. പേജ് നമ്പർ 17-ലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഏതാണ് പാഠം? ലുഗത്തുല്ലാദ് അല്ലെ. ലുഗത്തുല്ലാദ്. ഏതാണ് ആ ലുഗത്തുല്ലാദ്? ഏത് ലുഗയാണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ്, ലുഗത്തുൽ അറബിയ അല്ലെ. ലുഗത്തുൽ അറബിയയുടെ മറ്റൊരു പേരാണ് ലുഗത്തുല്ലാദ് അല്ലെ. അപ്പൊ ഇതിൽ വന്നിട്ടുള്ള ആക്ടിവിറ്റിയിൽ വന്നിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എക്സാമിന് ഷുവർ ആയിട്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ഇവിടെ ഒന്നും വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ട. അപ്പൊ എക്സാമിന് 100% ഷുവർ ആണ് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പൊ നോക്കാം എന്താണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റത്തത് എന്താണ്? നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീൻ കാണാത്തവർ ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുക്കാം കേട്ടോ. യെസ്, നോക്കിയേ. അൽ മക്തബാതു മലിഅത്തുൻ ബിൽ കുതുബിൽ അറബിയ്യ അൽ ഇൽമിയ. എന്താണ് അത് പറഞ്ഞിട്ടുള്ളത്? അൽ മക്തബാത്ത്. മക്തബാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, അവിടെ മക്തബത്ത് എന്നുള്ളതിന്റെ ജം ആണ് മക്തബാത്ത്. ഓക്കെ. ജം എപ്പോഴും ഈ മുഅന്നസിൽപ്പെട്ട ജംഇന് എപ്പോഴും അലിഫും താവും ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അലിഫിനെയും തായിനെയും അവര് റെഡ് കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. മക്തബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതന്നെ അത് ഒരു സ്ത്രീ ലിംഗത്തിൽപ്പെട്ട ഒരു വേർഡാണ് അല്ലെ. മക്തബത്ത് അല്ലെ. താ ഉണ്ട് അല്ലെ. യെസ്. അപ്പോ ഞങ്ങളുടെ കൂടെ എപ്പോഴും ആരുണ്ടാകും? ത ഉണ്ടാവും. ഞങ്ങളുടെ ഒരു ഫലമാണ് ആര്? ത. അപ്പോ മക്തബത്ത് എന്നുള്ളതിന്റെ ജംഅ മുഅന്നസ് സാലിമാണ് മക്തബാത്ത്. ഓക്കെ. മക്തബാത്ത് സിമ്പിൾ ആണ്, വളരെ ഈസിയാണ്. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി. സ്ത്രീകൾ
എപ്പോഴും അവരുടെ കൂടെ എപ്പോഴും സ്ത്രീകളുടെ കൂടെ ഒരു താ ഉണ്ടാവും അല്ലെ. ആ തായിനെ വെച്ചിട്ട് ജമ ആക്കുമ്പോ അതിനൊരു അലിഫും കൂടെ ചേർത്ത് കൊടുക്കും അല്ലെ. കുറെ പേരാകുമ്പോ അലിഫും താവും. ഓക്കെ, ഒരാളാകുമ്പോ താ, രണ്ടുപേരാകുമ്പോ അല്ലെങ്കിൽ കുറെ പേരാകുമ്പോ എന്താണ് അലിഫും താവും. ഓക്കെ, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ വേഗം കിട്ടും നിങ്ങൾക്ക്. അപ്പൊ നോക്കിയേ, മക്തബാത്തു മലിഅത്തുൻ ബിൽ കുതുബിൽ അറബിയ ലിൽമിയ. കണ്ടോ, അറബി ബുക്കുകൾ കൊണ്ട് മക്തബാത്ത് ഇങ്ങനെ നിറഞ്ഞിരിക്കുക, ലൈബ്രറികൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, നിറഞ്ഞിരിക്കുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം, മക്തബത്ത് എന്നുള്ളതിന്റെ ജമ്മു മുഅന്നസ് ആണ് മക്തബാത്ത്. ഓക്കെ, വാട്ട് ഇസ് ദ സെക്കൻഡ് വൺ? ഖറഅൽ വലദു, കുട്ടി എന്ത് ചെയ്തു, വായിച്ചു. അല്ലാഇഹാത്ത്, എന്ത് വലതാണോ? ഓക്കെ, ഖറഅൽ വലദു അല്ലാഇഹാത്ത്, കുട്ടി പ്ലക്കാർഡ് എന്ത് ചെയ്തു, വായിച്ചു. ലാഇഹത്തുൻ എന്നുള്ളതിന്റെ ജംഅ മുഅന്നസ് സാലിമാണ് ലാഇഹാത്ത്. ഓക്കെ, അതേപോലെ ബഖറത്തുൻ ബഖറാത്ത്. കണ്ടോ, ഇതൊക്കെ അതിൽ പെട്ടതാണ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് അന മക്തൂബുൻ അലൽ ഉൽബാത്ത്, അന മക്തൂബുൻ അലൽ ഉൽബാത്ത്. കണ്ടോ, ഉൽബത്തുൻ എന്നുള്ളതിന്റെ ജംഅ മുഅന്നസ് ആണ് എന്ത്, ഉൽബാത്ത്. വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ ആണ്. ഇനി അതിന് താഴെ കുറച്ച് എന്താ പറയാ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെ, കമ്മിൽ ബിൽ ഫിറാഗ് അല്ലെ, അന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അൽ മുദരിസാത്തു ഡേഷ് ഇലൽ ജാമിഅ, അൽ മുദരിസാത്തു ഡേഷ് ഇലൽ ജാമിഅ. മുദരിസാത്തുകൾ എന്ത് ചെയ്തു, ഡേഷ് ഇലൽ ജാമിഅ. അപ്പൊ അവിടെ നമ്മള് റാഹിബത്തുൻ എന്നുള്ള പദത്തിന്റെ ജമ മുഅന്നസ് സാലിമായിട്ട് കൊടുക്കണം അല്ലെ. കാരണം എന്താണ്, മുദരിസാത്ത് എന്ന് പറഞ്ഞത് എന്താണ്, ജമ മുഅന്നസ് സാലിമാണ്. അപ്പൊ അവിടെ അവര് ചെയ്യുന്ന പ്രവർത്തനവും എന്താവണം, ജമ മുഅന്നസ് സാലിമാണ്. മനസ്സിലായോ? അവര് ചെയ്യുന്ന പ്രവർത്തനവും, ഇതിപ്പോ നമ്മളിങ്ങനെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇതെന്താണ്, അലിഫും താവും വന്നിട്ടുണ്ട്, ജമ മുഅന്നസ് സാലിമാണ്. അപ്പൊ അവര് ചെയ്യുന്ന പ്രവർത്തനവും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ആ പ്രവർത്തനവും കൂടെ ജമ മുഅന്നസ് സാലിമാക്കി മാറ്റണം. എങ്ങനെയാണ്, റാഹിബത്തുൻ എന്നുള്ളത് അപ്പൊ എന്തായി മാറും, റാഹിബാത്തുൻ എന്നായി മാറും. ഓക്കെ, റാഹിബത്തുൻ ഇസ് ഈക്വൽ ടു റാഹിബാത്ത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് എന്താണ്, അത്തുല്ലാബു യതനാവലൂന ഡേഷ് അല്ലെ, അത്തുല്ലാബു യതനാവലൂന ഡേഷ് അൽ വജ്ബ. അൽ വജ്ബത്ത് എന്നുള്ളതിന്റെ ജമ്മു മുഅന്നസ് സാലിമാ എന്ത്, അൽ വജബാത്ത്. അൽ വജബത്ത് എന്നുള്ളതിന്റെ മുഅന്നസ് സാലിമാണ് അൽ വജബാത്ത്. ഓക്കെ, വളരെ ഈസിയാണ് കേട്ടോ, നല്ലപോലെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അവിടെ താ ഉണ്ടായത് കൊണ്ടാണ് ഇതെന്തായത്, ജമ്മു മുഅന്നസ് സാലിമിൽ പെട്ടതായതും, അതേപോലെ താ ഉണ്ടായത് കൊണ്ടാണ് സ്ത്രീലിംഗത്തിൽ പെട്ടതും. അതിനെ നമ്മൾ ഇനി ജമ്മു മുഅന്നസ് സാലിം ആക്കേണ്ടതും എന്താണ്, തുല്ലാബ് അല്ലെ, അൽ വജബാത്ത് എന്നുള്ളത് യതനാവലൂന അൽ വജബാത്ത്. ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, മാം എഴുതുന്നില്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, സിമ്പിൾ ആണ് കേട്ടോ. അടുത്തത് ഫഹസത്തി ത്വബീബത്തു ഡേഷ് അൽ മരിയള അല്ലെ. അപ്പൊ അൽ മരിയളത്ത് എന്നുള്ളത് എന്താണ്, അതിനെ നമ്മൾ ജമ മുഅന്നസ് സാലിമാക്കി മാറ്റണം. അപ്പൊ എങ്ങനെ വരും, യെസ്, അൽ മരീളാത്ത്. വളരെ ഈസിയാണ്, അൽ മരീളാത്ത് വളരെ ഈസിയാണ്. അപ്പൊ അതും അതുപോലെ തന്നെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ നോക്കിയാൽ മാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജമ്മു മുഅന്നസ് സാലിമിൽ എന്താണ്, ഇസ്മ പ്ലസ് അലിഫ് ത. കണ്ടോ, ഇസ്മ പ്ലസ് അലിഫ് ത. അതേപോലെ മഫൂലും ബിഹി ആവുന്ന സമയത്ത് ഇസ്മ പ്ലസ് അലിഫ് ത അല്ലെ, ബിൽ കെസർ. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്താ മാം കാണിച്ചു തരാം. ഖാമത്ത് അത്വാലിബാത്തു അമാമൽ ഇദാറ. കണ്ടോ, ത്വാലിബാത്ത് ഇതാരാണ്, വിദ്യാർത്ഥിനികളാണ്, വിദ്യാർത്ഥിനികൾ. അപ്പൊ അവിടെ ആരാണ്, ജമ്മു മുഅന്നസ് സാലിമാണ്. ഓക്കെ, അക്കലത്ത് അത്തിൽമീദാത്ത്. കണ്ടോ, അതും അതേപോലെ തന്നെയാണ്, അലിഫ് പ്ലസ് ത. യെസ്, ഹക്കീബാത്ത്, സയ്യാറാത്ത്. കണ്ടോ, അപ്പോ ഈ ഒരു സ്ത്രീലിംഗത്തിൽപ്പെട്ട വേർഡ്സിനെയൊക്കെ ജമ്മു മുഅന്നസ് സാലിമാക്കി മാറ്റണമെങ്കിൽ അതിന്റെ കൂടെ അലിഫ് പ്ലസ് ത. വളരെ ഈസിയാണ് കേട്ടോ, അലിഫ് പ്ലസ് ത. ഇത് രണ്ടും അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ എന്തായി, ജമ്മു മുഅന്നസ് സാലിമായി. ഓക്കെ, അപ്പൊ അത് മറന്നു പോകരുത്. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് കണ്ടന്റ് വീഡിയോസ് ആയിട്ടാണ് മാം വരാൻ പോകുന്നത്. പിന്നെ നമ്മൾ ഡിസ്കഷൻ ചെയ്യാൻ പോകുന്നത് ഒരുപാട് ഗ്രാമർ ഏരിയകളും ക്വസ്റ്റ്യനിലുള്ള കീവേഡ്സുകളുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ കീവേഡ്സുകൾ, അതേപോലെ തന്നെ കണ്ടന്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇത്രയും കാര്യങ്ങളായിട്ടാണ് നമ്മൾ ലൈവിൽ വരുന്നത്. സോ എല്ലാവരും ലൈവ് കാണാൻ മറക്കരുത്. കൃത്യം 25th, അതായത് 25th നമ്മൾ പിന്നെ ഈവനിങ് 7 PM നമ്മൾ ലൈവ് കൊടുക്കുന്നത്. സോ എല്ലാ കുഞ്ഞുങ്ങളും വന്ന് കാണാം, നല്ലപോലെ പഠിക്കുക, എക്സാം അടിപൊളിയായിട്ട് എഴുതാം. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് കാണാം ലൈവിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.